ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ക്രോക്കറ്റാണ്. ഇപ്പോൾ ക്രോഷേ കൊണ്ട് കുറേ വെറൈറ്റീസ് ഞാൻ പിന്നിയിട്ടുണ്ട്. ഇതുപോലെ ക്രോസ്, ടേബിൾ മാറ്റ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് പിന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ടേബിൾ മാറ്റ് ഒത്തിരി ഡിസൈനിൽ പിന്നിയിട്ടുണ്ട്. ഇതിന് മുമ്പേ ഞാൻ ഈ മാറ്റ് പിന്നിയത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കീ ചെയിൻ ഇതുപോലെ ഒത്തിരി വെറൈറ്റി കീ ചെയിന് പിന്നിയിട്ടുണ്ട്. ഇത് വെച്ച് ഉടുപ്പ്, ബാഗ്, ഇങ്ങനത്തെ ഒത്തിരി വെറൈറ്റീസ് ഞാൻ ഇതിന് മുമ്പേ പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹെയർ ബാൻഡ്, ഇങ്ങനെ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ കാറും ഇങ്ങനത്തെ ഹാർട്ട്, ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ കളർഫുള്ളായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യാം. കൊച്ചിലെ എൻ്റെ അമ്മ ക്രോഷേ പിന്നാൻ പഠിപ്പിച്ചതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എവിടെ ഇത് കണ്ടാലും അതേത് രീതിയിലാണ് പിന്നിയിരിക്കുന്നത്, എത്ര എണ്ണം, അങ്ങനെയൊക്കെ നോക്കി വെച്ചിട്ട് വന്ന് വീട്ടിൽ ഇരുന്ന് എങ്ങനെയും ശ്രമിക്കും. എൻ്റെ കയ്യിൽ എപ്പോഴും ഇതിൻ്റെ നൂലിങ്ങനെ സ്റ്റോക്ക് കാണും. അപ്പോൾ ഏതെങ്കിലും വെറൈറ്റി ഇങ്ങനെ പിന്നിക്കൊണ്ടിരിക്കും. അത് പിന്നെ ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഡിസൈൻ, നമുക്ക് ഒത്തിരി വെറൈറ്റി പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് കുറേ കളർ നൂല് കിട്ടത്തില്ല ഇവിടെ, അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം. ഞാനിതൊക്കെ പിന്നിയെടുക്കുമ്പം ഏകദേശം 1 മാസമൊക്കെ ആയിട്ടുണ്ട് ചില സമയം. എന്ന് വെച്ചാൽ കണ്ടിന്യൂ ഇരുന്ന് പിന്നാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ആഴ്ച ഒരു മാറ്റ് പിന്നാവുന്ന തുടങ്ങിയിട്ട് അതങ്ങ് തീർക്കാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. അപ്പം ഞാൻ ഇന്ന് ലാസ്റ്റിലത്തെ മാത്രമേ വീഡിയോ ആയിട്ട് ഇടുന്നുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ഈ 2-3 മാറ്റൊക്കെ പിന്നിയത് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു, വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ബാക്കിയിരുന്ന കുറേ കളർ നൂലിരുന്നത് വെച്ച് ഒരു ടേബിൾ മാറ്റായിട്ട് പിന്നിയതാണ്. അപ്പം ഇങ്ങനെ പ്ലെയിനായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബോർഡർ കൊടുത്ത് അത് ഫിനിഷിങ് ലുക്ക് വരുത്തുക, അത്രയുമേ ഇന്നത്തെ വീഡിയോ. നമ്മൾ വേറെ ഒരു പണിയും ചെയ്യാതെ ഇരുന്ന് കൃത്യം പിന്നിയെടുക്കുവാണെങ്കിൽ എനിക്കിത് ഒരു ദിവസത്തിൽ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ദിവസത്തിൽ തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് ഒരാഴ്ചയായിട്ട് ഞാൻ പിന്നിയതാണ്. ഓരോരോ കളർ എൻ്റെ കയ്യിൽ ബാക്കിയിരുന്ന നൂലുകളെല്ലാം കൂടെ തീർത്ത് അപ്പം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ വരാതെ അങ്ങ് തീർത്ത് ആ ഡപ്പ കാലിയാക്കുമ്പോൾ ഞാൻ അടുത്ത് പോയി വേറെ നൂല് മേടിക്കും. ആക്ച്വലി നാഗർകോവിലിൽ പോകുമ്പോഴാണ് ഇങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോൾ അവിടെ പോക്ക് കുറവാണ്, അതുകൊണ്ട് കിട്ടുന്നില്ല. ഇവിടെ ഭയങ്കര കാസ്റ്റ്ലിയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, അങ്ങനെയും മേടിക്കാറുണ്ട്. അതും ഇച്ചിരി കാസ്റ്റ്ലിയാണ്. ഞാനിങ്ങനെ കുറേ നൂല് മേടിച്ച് വെച്ച് ഉദ്ദേശിക്കുന്ന കാര്യം പിന്നിക്കഴിയുമ്പം അതിൻ്റെ എല്ലാം ബാക്കി വരുന്നതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റോ അല്ലെ ടേബിളിൽ വിരിക്കുന്ന കൊച്ചു ടീപ്പോയെ വിരിക്കുന്നതൊക്കെ പിന്നാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ ഇന്ന് പുതിയ ഒരു രീതിയിലാണ് പിന്നുന്നത്. സെയിം നമ്മുടെ ക്രോഷേ പിന്നുന്ന അതേ തന്നെ ചെയിൻ സ്റ്റിച്ചും, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഡബിൾ സിംഗിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, പിന്നെ സിംഗിൾ ക്രോഷേ, അങ്ങനെ കണ്ടിന്യൂ പിന്നുമ്പോൾ ഒരു ഡിസൈൻ അതിനകത്ത് കിട്ടും. അത്രയേ ഉള്ളൂ. ക്രോഷേ പിന്നാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല കളർഫുള്ളായിട്ട് നല്ല രീതിയിൽ. ഇപ്പോൾ കൊച്ചു പിള്ളേർക്കാണെങ്കിൽ അങ്ങനത്തെ ഗിഫ്റ്റ് ഐറ്റം, കീ ചെയിനൊക്കെ ഉണ്ടാക്കി ഗിഫ്റ്റ് ഐറ്റം, ഹെയർ ബാൻഡ്, സ്ലൈഡ്, അങ്ങനെ ഒത്തിരി സാധനം ഉണ്ടാക്കാം. നമ്മൾ തലയിൽ റബ്ബർ ബാൻഡ് വെച്ചും അങ്ങനെയെല്ലാം ഞാൻ ഇതിനു മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയും ഒന്നൊന്നായിട്ട് എല്ലാം വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഇതങ്ങ് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു മൂഡിൽ ഞാൻ അങ്ങ് ചുമ്മാ ഈ നൂല് കൈ കിട്ടുമ്പോൾ അങ്ങ് പിന്നാൻ തുടങ്ങിയത്. അത് തുടങ്ങി അതങ്ങ് ഒരു റൗണ്ട് ആയിക്കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് എന്നാൽ ഇത് വീഡിയോ ഇടാമല്ലോ എന്ന്. അത് സ്റ്റിച്ചിൽ മാറ്റമില്ല, ഡബിൾ ക്രോഷയാണ് ഫുൾ, അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് വീഡിയോ ഇടാനില്ല. അപ്പോൾ ഈ ബോർഡർ മാത്രം തയ്ക്കുന്നത് വീഡിയോ ആയിട്ട് ഇടുക എന്നേ വിചാരിച്ചുള്ളൂ. ഞാൻ ഈ പിന്നുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന നമ്മൾ ഈ 2 നൂല് ജോയിൻ ചെയ്ത നൂലൊക്കെ അതിനകത്തോട്ട് വെച്ച് തന്നെ അങ്ങനെ പിന്നുമായിരുന്നു. അപ്പം നമുക്ക് എക്സ്ട്രാ അത് കണ്ടിക്കാനും അതിൻ്റെ ഒരു പ്രോസസ്സ് വേണ്ട. അതിനകത്ത് തന്നെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ട. കളർ കോമ്പിനേഷൻ നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് അങ്ങ് ഉണ്ടാക്കാം, പ്ലെയിനായിട്ട് ഉണ്ടാക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ചിലപ്പം നൂല് ഒത്തിരി ഒരേ കളർ കിട്ടത്തില്ല. അപ്പോൾ കിട്ടിയത് വെച്ച് ഞാൻ അങ്ങനെ മിക്സ് ചെയ്തും ഉണ്ടാക്കാറുണ്ട്.
ഇതിനകത്ത് ഏതെങ്കിലും പ്രത്യേകിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് വീഡിയോ എടുത്തിടുന്നതായിരിക്കും. ഈ റൗണ്ട് മൊത്തം അങ്ങനെ കംപ്ലീറ്റ് പിന്നിയെടുക്കണം ഒരേ രീതിയിൽ തന്നെ. അപ്പോൾ കംപ്ലീറ്റ് ഏകദേശം റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് അത് കട്ട് ചെയ്തിട്ട് നോട്ട് ഇടുക എന്നേ ഉള്ളൂ. നോട്ട് ഇട്ട് കഴിഞ്ഞ് ആ നൂല് ബാക്കി വരുന്നത് 2-3 എണ്ണത്തിൽ കൂടെ കയറ്റി നമ്മൾ അതകത്തോട്ട് നീക്കിയിട്ട് ബാക്കി കട്ട് ചെയ്ത് വിടുക. എന്ന് വെച്ചാൽ ഈ നൂല് ലാസ്റ്റിൽ ഒരു കെട്ടിട്ടില്ലെങ്കിൽ ഒന്നേ തൊട്ടാൽ മതി, പെട്ടെന്ന് മൊത്തം ഊരി കൈ കിട്ടും. ഇത് പ്രത്യേകിച്ച് ഒത്തിരി എളുപ്പമാണ്. അതുകൊണ്ട് ലാസ്റ്റിലിടുന്ന നാട്ട് കറക്റ്റായിരിക്കണം എന്നൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ 2-3 ഇടയിൽ കൂടെ കയറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് എക്സ്ട്രാ വരുന്ന കുറച്ച് നൂല് വരുന്നത് കട്ട് ചെയ്ത് വിടുക എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.